ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ സ്നേഹം താൻ ശക്തി എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കുട്ടന് 8 വയസ്സ്, ലൈലയ്ക്ക് 6 വയസ്സ്. സ്കൂൾ ഇനി കുറേ ദിവസത്തേക്ക് തുറക്കുകയില്ല. അതുകൊണ്ട് കളിക്കുകയാണ് മുറ്റത്ത്. വെയിൽ പോയി തുടങ്ങി. അവർ തുള്ളിച്ചാടി കളിച്ച് നടക്കുന്നതിനിടയ്ക്ക് ഒരു മൈന വന്നിരുന്നു. ഒരിക്കലും ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ കണ്ടിട്ടില്ല. അവന് തോന്നി പതുക്കെ അടുത്തു ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന്. എന്നാൽ ആ മൈന ഒരു സൂത്രക്കാരനായിരുന്നു. കുട്ടൻ തൊട്ടു തൊട്ടില്ല എന്ന് വന്നപ്പോൾ മനുഷ്യർ ചിരിക്കുന്ന സ്വരത്തിൽ മൈന ഒച്ചയുണ്ടാക്കിക്കൊണ്ട് മുറ്റത്തിൻ്റെ വടക്കേ അരികിൽ നിന്നിരുന്ന മാവിൻ്റെ കൊമ്പത്ത് പറന്നു പറ്റി. അത് കണ്ട് കുറച്ചു ക്ഷുഭിതനായി കുട്ടൻ മുറിയിലേക്ക് ഓടിപ്പോയി. മടങ്ങി വന്നത് തൻ്റെ പ്രിയപ്പെട്ട തെറ്റാലിയുമായിട്ടാണ്. അതിലൊരു ചെറിയ കല്ലെടുത്ത് വെച്ച് മൈനയുടെ നേർക്കു ലാക്കു നോക്കുന്നത് കണ്ട് ലൈല പറഞ്ഞു, ചേട്ടാ, പാവം മൈന, എന്തിനാണ് അതിനെ കൊല്ലുന്നത്? ലൈല പറഞ്ഞതിൻ്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലായിട്ടെന്ന പോലെ ആ കിളി ഈണത്തിലൊരു പാട്ടുപാടി. ആ പാട്ടിൻ്റെ മാധുര്യം അസാധാരണമായിരുന്നു. അതിൻ്റെ അനുബന്ധം പോലെ ലൈല പറഞ്ഞു, ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്നല്ലേ ഇന്നലെ രാത്രി അമ്മ നമ്മോട് പറഞ്ഞത്? ഉറുമ്പാണെങ്കിൽ കടിക്കുകയെങ്കിലും ചെയ്യും. കേൾക്കൂ ആ മൈനയുടെ പാട്ട്. എനിക്കതിന് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. എന്തോ അബദ്ധം ചെയ്യുവാൻ തുടങ്ങിയവനെ പോലെ കുട്ടൻ അവൻ്റെ കയ്യിലിരുന്ന തെറ്റാലിയും കല്ലും തറയിലിട്ടു. പിന്നെ നടന്നത് ഒരു വലിയ അത്ഭുതമാണ്. മധുരമായി പാടിക്കൊണ്ട് മൈന മാവിൻ്റെ കൊമ്പിലിരിക്കുമ്പോൾ അതിലുണങ്ങിയും മുരടിച്ചും നിന്ന ഇലകളെല്ലാം പൊഴിഞ്ഞു താഴെ വീണു. അതിനു പകരം പട്ടുപോലെ മൃദുലമായ തളിരിലകൾ ആ കൊമ്പിലാകെ വന്നു നിറഞ്ഞു. മൈന ഓരോ കൊമ്പിലും മാറി മാറിയിരുന്നു. ഉണങ്ങി മുരടിച്ചു വൃദ്ധയെ നിന്ന ആ മാവ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിറയെ മാവില കൊണ്ട് പൊതിഞ്ഞു. എന്നു മാത്രമല്ല, കൊമ്പിൻ്റെ അറ്റത്തെല്ലാം പൂക്കുലകളും കാണാറായി. ലൈല പറഞ്ഞു, ചേട്ടാ, ഇത് വെറും ഒരു മൈനയല്ല. നോക്കൂ, ക്രിസ്റ്റീനയുടെയും റഹ്മാന്റെയും വീട്ടുമുറ്റത്ത് എത്രമാതിരി പഴച്ചെടികളും പൂച്ചെടികളുമാണുള്ളത്. നമുക്കാകെയുള്ളത് ഈ മാവാണ്. അതോ ഉണങ്ങി ഇലയെല്ലാം കുരുണിപ്പോയത്. ഈ മൈന വന്നു പാട്ടുപാടി ആ മരത്തെ പുതിയതാക്കിയിരിക്കുന്നു. നമുക്കും ഇങ്ങനെ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അവൾ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൈന മനുഷ്യ ശബ്ദത്തിൽ ഒരു പാട്ടുകൂടി പാടി. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താനാനന്ദമാർക്കും. സ്നേഹം താൻ ജീവിതം ശ്രീരാമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം. മൈന ഇങ്ങനെ വീണ്ടും വീണ്ടും പാടുന്നത് കേട്ടപ്പോൾ കുട്ടികൾക്ക് അത് പഠിക്കാൻ കഴിഞ്ഞു. പിന്നെ മുറ്റത്തും പുരയിടത്തിലും അവർ എവിടെ നിന്നെല്ലാം ഇത് പാടിയോ അവിടെ നിന്നെല്ലാം ഒരു മായാവിദ്യയിലെന്ന പോലെ നല്ല ശോഭയും മണവും തേനുമുള്ള പൂക്കളിതിർത്തുകൊണ്ട് ഓരോ ചെടി പ്രത്യക്ഷപ്പെട്ടു. ആ നാട് തന്നെ പാട്ടുകേട്ട് കൊഴുത്തതുപോലെ വസന്തത്തിൽ എന്നതുപോലെ അതീവ സുന്ദരമായി തീർന്നു. ഇത്തിരി കാര്യം നിത്യചൈതന്യയതി. നമുക്കിനി ഈ പാഠഭാഗത്തിലെ കുറച്ച് പ്രവർത്തനങ്ങൾ നോക്കാം. കണ്ടെത്താം. കുട്ടൻ ക്ഷുഭിതനായത് എന്തുകൊണ്ട്? മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടൻ്റെ അരികിൽ ഒരു മൈന വന്നിരുന്നു അല്ലേ? മൈനയെ പിടിക്കാനായി അതിൻ്റെ തൊട്ടടുത്ത് കുട്ടനെത്തിയപ്പോൾ മനുഷ്യർ ചിരിക്കുന്ന സ്വരത്തിൽ ഒച്ചയുണ്ടാക്കിക്കൊണ്ട് അത് പറന്നു പോയി. അത് കണ്ടിട്ടാണ് കുട്ടൻ ക്ഷുഭിതനായത്. അടുത്ത ചോദ്യം, ലൈലയ്ക്കും കുട്ടനും അമ്മ പകർന്നു കൊടുത്ത പാഠം എന്തായിരുന്നു? ഒരു പീഡയുറുമ്പിനും വരുത്തരുത് എന്നാണ് കുട്ടനും ലൈലയ്ക്കും അമ്മ പകർന്നു കൊടുത്ത പാഠം. ഒരു പീഡയുറുമ്പിനും വരുത്തരുത്. ഈ വരികൾ ആരുടേതാണ്? ഏത് കൃതിയിലേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പാ ദശകത്തിലെ വരികളാണിവ. അടുത്ത ചോദ്യം, മൈനയുടെ പാട്ട് കേട്ട് മരത്തിനുണ്ടായ മാറ്റം എന്താണ്? മരത്തിൽ ഉണങ്ങിയും മുരടിച്ചും നിന്നിരുന്ന ഇലകളെല്ലാം പൊഴിഞ്ഞ് താഴെ വീണു. പകരം പട്ടുപോലെ മൃദുലമായ തളിരിലകൾ കൊമ്പിലാകെ വന്നു നിറഞ്ഞു. കൊമ്പിൻ്റെ അറ്റത്ത് പൂക്കുലകളും ഉണ്ടായി.
അടുത്ത ചോദ്യം, മൈന മനുഷ്യ ശബ്ദത്തിൽ പാടിയ പാട്ടേതാണ്? കുമാരനാശാന്റെ ചണ്ഡാല ഭിക്ഷുകി എന്ന കാവ്യത്തിൽ നിന്നുള്ള വരികളാണിവ. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി തേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താനാനന്ദമാർക്കും, സ്നേഹം താൻ ജീവിതൻ ശ്രീരാമൻ, സ്നേഹ വ്യാഹതി തന്നെ മരണം. അടുത്ത ചോദ്യം, അർത്ഥം കണ്ടെത്താം. ശുഭിതൻ ലാക് ശോഭ, അനുബന്ധം ജഗത്, പീഡ വസന്തം മൃദുലം. അനുബന്ധം കൂട്ടിച്ചേർത്തത് ശുഭിതൻ ശോഭിച്ചവൻ അല്ലെങ്കിൽ കോപിച്ചവൻ, തെറ്റാലി കവണ, വ്യാഹതി നിഷേധം തടസ്സം, വസന്തം പൂക്കാലം, ഋതുക്കളിൽ ഒന്ന്, കുരുന്നിപ്പ് മുരടിപ്പ്, ജഗത് ലോകം, ശോഭ ഭംഗി, പീഡ ഉപദ്രവം, ആനന്ദം സന്തോഷം, മൃദുലം മാർദ്ദവമുള്ളത്, ലാക് ലക്ഷ്യം, ഒച്ച ശബ്ദം. അടുത്ത ചോദ്യം, കണ്ടെത്താം എഴുതാം. ചേട്ടാ, ഇത് വെറുമൊരു മൈനയല്ല. എന്തുകൊണ്ടായിരിക്കും ലൈല ഇങ്ങനെ പറഞ്ഞത്? ലൈലയുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഉണങ്ങി മുരടിച്ച ഇലകളുള്ള മാവിൽ മൈന വന്നിരുന്നു. അപ്പോൾ പഴയ ഇലകളെല്ലാം കൊഴിഞ്ഞ് പുതിയ ഇലകളും പൂക്കളും മാവിലാകെ നിറഞ്ഞു. ഇതുകൊണ്ടാണ് അത് വെറും ഒരു മൈനയല്ല എന്ന് ലൈല പറഞ്ഞത്. അടുത്തത്, മൈനയുടെ പാട്ട് കുട്ടികൾ ഏറ്റുപാടിയപ്പോൾ ചുറ്റുപാടിനുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? കുട്ടികൾ അത് ഏറ്റുപാടാൻ തുടങ്ങിയപ്പോൾ മുറ്റത്തും പുരയിടത്തിലും അവർ അവിടെ നിന്നെല്ലാം ഇത് പാടിയോ അവിടെ നിന്നെല്ലാം ഒരു മായാവിദ്യയിലെന്ന പോലെ നല്ല ശോഭയും മണവും തേനുമുള്ള പൂക്കൾ എതിർത്തുകൊണ്ട് ഓരോ ചെടി പ്രത്യക്ഷപ്പെട്ടു. ആ നാട് തന്നെ പാട്ട് കേട്ട് കൊടുത്തതുപോലെ വസന്തത്തിൽ എന്നതുപോലെ അതീവ സുന്ദരമായി തീർന്നു. അടുത്ത ചോദ്യം, വ്യത്യാസം കണ്ടെത്താം. ആ മുന്നിൽ ചേരുമ്പോൾ വാക്കുകൾക്ക് വിപരീതാർത്ഥം വന്നു ചേരുന്നത് ശ്രദ്ധിക്കൂ. മറ്റു വാക്കുകളും ഇതേപോലെ മാറ്റി എഴുതൂ. സാധാരണം, നീതി, ധർമ്മം, സത്യം. സാധാരണം അസാധാരണം, സത്യം അസത്യം, ധർമ്മം അധർമ്മം, ആശ്രയം അനാശ്രയം, നീതി അനീതി, ഹിംസ അഹിംസ, സാനു അസാനു, നിരപരാധി അപരാധി, സുബദ്ധം അനുബന്ധം, ആർത്തി അനാർത്തി, മാനുഷികം അമാനുഷികം, സാധ്യം അസാധ്യം, ശുദ്ധി അശുദ്ധി. കേട്ടെഴുതാം. അധ്യാപിക പറയുന്ന ഏതാനും വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടെഴുതൂ. മാറ്റി എഴുതാം. അടിവരയിട്ട പദങ്ങൾ അർത്ഥവ്യത്യാസം വരാതെ വാക്യത്തിന്റെ മറ്റൊരു ഭാഗത്തു ചേർത്ത് വാക്യം മാറ്റി എഴുതാം. ഒരിക്കലും ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ കണ്ടിട്ടില്ല. അപ്പം അതെങ്ങനെ എഴുതുക? ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ ഒരിക്കലും കണ്ടിട്ടില്ല. അടുത്തത്, അവർ കളിക്കുകയാണ് മുറ്റത്ത്. അതെങ്ങനെ വരുക? അവർ മുറ്റത്ത് കളിക്കുകയാണ്. അടുത്തത്, അവന് തോന്നി പതുക്കെ അടുത്തു ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന്. അതെങ്ങനെ വരുക? പതുക്കെ അടുത്തു ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന് അവന് തോന്നി. അടുത്തത്, സ്നേഹവചനങ്ങൾ ശേഖരിക്കാം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അത് ബൈബിൾ വചനങ്ങൾ. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. അത് കുമാരനാശൻ എഴുതിയത്. ഇതുപോലെ സ്നേഹത്തിന്റെ മഹത്വം സൂചിപ്പിക്കുന്ന വചനങ്ങൾ ശേഖരിക്കുക. സ്നേഹമില്ലാത്ത ജീവിതം എന്നത് മരണത്തിന് തുല്യമാണ്. ഗാന്ധിജി. വിശുദ്ധി എന്നത് സ്നേഹത്തിന്റെ നിഴലിൽ നിന്നും വരുന്നതത്രേ. ടാഗോർ. സ്നേഹമില്ലാത്ത ജീവിതം ഇലകളും പഴങ്ങളുമില്ലാത്ത മരം പോലെയാണ്. ഖലീൽ ജിബ്രാൻ. സ്നേഹമാണഖില സാരമൂഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം. അതെഴുതിയത് കുമാരനാശാൻ. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇതെഴുതിയത് വയലാർ രാമവർമ്മ. ഇതേപോലുള്ള സ്നേഹവചനങ്ങൾ കൂട്ടുകാർ കണ്ടുപിടിച്ച് നോക്കുക. സ്നേഹം താൻ ശക്തി എന്ന പാഠഭാഗത്തെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു. അടുത്തത് ONV കുറുപ്പ് എഴുതിയ കൂടെയില്ലാത്തവർ എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് ലൈക്കും തരണേ കൂട്ടുകാരെ.